Hello everyone, hope you're all doing good. Myself Tanuja and നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയാണ്. അപ്പോൾ ബയോളജിയിലെ ബയോടെക്നോളജി എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ പ്രിൻസിപ്പിൾസും ഉണ്ട് പ്രോസസ്സും ഉണ്ട് അല്ലേ. പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രോസസ്സസ് മാത്രമേ ഉള്ളൂ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പ്രോസസ്സസ് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിലോ ഈ എൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും, വരുന്ന വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, എനിവേസ് വളരെ കുറച്ചേ ഉള്ളൂ ഇനി പഠിക്കാൻ. കുറേ നമ്മൾ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കോമൺ സെൻസ് ആണ് മെജോറിറ്റി, റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഡയറക്ട്ലി ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കുകയല്ലേ. പ്രോസസ്സസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, സിംപ്ലി സെയിങ് ബയോടെക്നോളജിയിലെ പ്രോസസ്സസ്. എങ്ങനെയാണ് ഒരു റീകോമ്പിനൻറ്റ് DNA അല്ലെങ്കിൽ RDNA ടെക്നോളജി? RDNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാമല്ലേ. റീകോമ്പിനൻറ്റ് DNA എന്താണെന്ന് അറിയാലോ. റീകോമ്പിനൻറ്റ് DNA എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ട ഒരു ജീന് നമ്മൾ എന്താ പറയുക ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ DNA ആണ് നമ്മൾ റീകോമ്പിനൻറ്റ് DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ ഫുൾ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ 9.3.1 റൈറ്റ്, ഐസൊലേഷൻ ഓഫ് ദി ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA. സിംപ്ലി ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഒരാളാണ്, എ എന്നാണ് എൻ്റെ പേര്. ഓക്കെ, എൻ്റെ DNA-നകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജീൻ എടുത്തിട്ട് എനിക്ക് ബി എന്ന് പറഞ്ഞ ഒരാളുടെ ബോഡിയിലേക്ക് ഇടണമെന്ന് വിചാരിക്കും, ഫോർ സം റീസൺ. ഓക്കെ, ജീൻ തെറാപ്പിയോ എന്തോ ആവട്ടെ, എൻ്റെ ബോഡി, ഞാൻ എ ആണ്, എൻ്റെ ജനറ്റിക് മെറ്റീരിയലിനകത്തുള്ള ഒരു ജീന്, ഓക്കെ, എൻ്റെ ബോഡിയിൽ ഓഫ്കോഴ്സ് DNA ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ജീൻ എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, വേറൊരാളുടെ ബോഡിയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം. അപ്പം ഞാനാണ് ഡോണർ, മറ്റേ ആളെന്താണ്, ഹോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബോഡിയിൽ നിന്ന് എടുക്കണം എന്ന് പറയുമ്പം ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, എൻ്റെ ബോഡിയിൽ നിന്ന്, എൻ്റെ സെല്ലിനകത്ത് നിന്ന്, എൻ്റെ ന്യൂക്ലിയസിനകത്ത് നിന്ന് എൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA അത് കിട്ടിയാലല്ലേ അതിനകത്ത് നിന്ന് ഒരു ജീൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് എന്താണോ നമുക്ക് വേണ്ടത്, ഒരു പീസ് ഓഫ് DNA ആണ് വേണ്ടതെങ്കിൽ ആ പീസ് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ DNA നമ്മൾ എടുക്കണ്ടേ, ന്യൂക്ലിയസിനകത്ത് നിന്ന്, സെല്ലിനകത്ത് നിന്ന് നമ്മൾ എടുക്കണ്ടേ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, DNA ഐസൊലേഷൻ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. ഫസ്റ്റ് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു സെല്ലിനകത്താണ് ന്യൂക്ലിയസ് കിടക്കുന്നത്. അപ്പോൾ സെൽ എന്ത് ചെയ്യണം, പൊട്ടിക്കണം. സെല്ലിൽ ഒബ്വിയസ്ലി എന്തുണ്ടാവും, ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ സെൽ വാൾ ഉണ്ടാവില്ല, പക്ഷേ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ എന്തുണ്ടാവും, സെൽ വാൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സെൽ വാൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ആയാലും അതൊക്കെ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യണം, സെൽ എന്ത് ചെയ്യണം, തുറക്കണം എന്നുള്ളതാണ്. വി ഷുഡ് ബ്രേക്ക് ദ സെൽ ഓപ്പൺ. ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിനകത്ത് എന്താ ഉണ്ടാവുക, DNA ഉണ്ടാവും, മാക്രോ മോളിക്യൂൾസും ഉണ്ടാവും അല്ലേ. DNA ഉണ്ടാവും, മാക്രോ മോളിക്യൂൾസും ഉണ്ടാവും, പല മാക്രോ മോളിക്യൂൾസ് ഉണ്ടാവും സെല്ലിനകത്ത്. ഓക്കെ ഫൈൻ, RNA ആവാം, പ്രോട്ടീൻസ് ആവാം, പോളിസാക്കറൈഡ്സ് ആവാം, ലിപ്പിഡ്സ് ആവാം, എല്ലാം അങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും നമ്മുടെ സെല്ലിനകത്ത് കിടക്കണേ. അല്ലാണ്ട് DNA സെപ്പറേറ്റ് ആയിട്ട് ഞാൻ DNA ആണ് എന്ന് പറഞ്ഞ് നിൽക്കുമോ, ഇല്ലല്ലോ. എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ മിക്സിനകത്തുനിന്ന് ഈ മാക്രോ മോളിക്യൂൾസിനൊക്കെ ഒഴിവാക്കി, കാരണം ഇവരെ മാക്രോ മോളിക്യൂൾസിന് നമുക്ക് വേണ്ടല്ലോ, നമുക്ക് DNA മാത്രം പോരെ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ നമുക്ക് ഒഴിവാക്കി നമുക്ക് DNA മാത്രം ഐസൊലേറ്റ് ചെയ്തിട്ട് എടുക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിമ്പിൾ പരിപാടിയാണ്, എൻ്റെ കൂടെ നിന്നാൽ മതി, സിമ്പിളായിട്ട് ഞാൻ ചെയ്തു തരാം. ട്രീറ്റിംഗ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂ വിത്ത് എൻസൈംസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ മാക്രോ മോളിക്യൂൾസ് അതായത് RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ് ഇവരൊക്കെ നമുക്ക് ഒഴിവാക്കണ്ടേ. അപ്പോൾ ഇവരൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ കേപ്പബിൾ ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. ഓക്കെ, ആ എൻസൈംസിന് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. എടാ സിംപ്ലി പറയട്ടെ, നമ്മൾ പ്രോട്ടീൻ അല്ലേ, ഇപ്പോൾ പാലിൽ പ്രോട്ടീൻ ഇല്ലേ, ഇല്ലെങ്കിൽ ചിക്കൻ, മീറ്റ്, എല്ലാത്തിലും എന്തുണ്ട്, ഫിഷ്, എല്ലാത്തിലും എന്തുണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നില്ലടാ. അപ്പം നമ്മുടെ വയറിനകത്ത്, സ്റ്റൊമക്കിനകത്ത് ഒരുപാട് എൻസൈംസ് ഇല്ലേ. അപ്പോൾ ആ എൻസൈംസിനൊക്കെ എന്തുണ്ട്, ഈ പ്രോട്ടീനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലേ. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ അവരൊരു പേര് വെച്ച് വിളിക്കും, എന്താ പേര്, പ്രോട്ടിയേസസ് എന്ന് വിളിക്കൂല്ലേ. പ്രോട്ടിയേസസ്, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതേപോലത്തെ ഈ RNA-നെയും പോളിസാക്കറൈഡ്സിനെയും ലിപ്പിഡ്സിനെയും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഓക്കെ, അവർ നമ്മളെ സ്റ്റൊമക്കിനകത്ത് മാത്രമല്ല ഉള്ളത്, അവരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് അവരെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ അങ്ങനത്തെ എൻസൈംസ് വെച്ചിട്ട് നമുക്ക് ഏത് സെല്ലാണോ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഏത് സെല്ലിനാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആ ടാർഗറ്റ് സെല്ലിന് എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. നമുക്ക് നോക്കിയാലോ, ആദ്യം തന്നെ പല എൻസൈംസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സെല്ലുലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവമൊന്നുമില്ല, ഈ പ്ലാന്റ് സെൽസിന് എന്തുണ്ടാവും, സെല്ലുലോസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെൽ വാൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു പ്ലാന്റ്സിൻ്റെ കേസിലൊക്കെ എന്തുണ്ട്, സെൽ വാൾ ഉണ്ട്. നമ്മുടെ കേസിൽ എന്തില്ല, സെൽ വാൾ ഇല്ല. ആനിമൽ സെൽസിന് സെൽ വാൾ ഇല്ല, ഗ്ലൈക്കോ കാലിക്സ് ഒക്കെ ആയിരിക്കും. എന്തായാലും പ്ലാന്റ് സെൽസിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട് അല്ലേ, സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സെല്ലിനെ പൊട്ടിക്കണമെങ്കിൽ, സെല്ലിൻ്റെ അകത്ത് കയറണമെങ്കിൽ ആദ്യം വാള് പൊട്ടിക്കണ്ടേ. എടാ, ഒരു കോട്ട കടന്ന് ഉള്ളിൽ പോകണമെങ്കിൽ ആദ്യം കോട്ടൻ്റെ ഭിത്തിയല്ലേ പൊളിക്കണ്ടേ, അല്ലെങ്കിൽ അതല്ലേ അറ്റാക്ക് ചെയ്യണ്ടേ. സോ നമ്മൾ എന്ത് ചെയ്യും, പ്ലാന്റ് സെൽസിൻ്റെ കേസ് ആണെങ്കിൽ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെല്ലുലേസ് വെച്ചിട്ട്
ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ ബാക്ടീരിയന്റെ കേസിലാണെങ്കിലോ ലൈസോസൈം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഫംഗസിന്റെ കേസാണെങ്കിലോ കൈറ്റിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ എക്സോസ്കെൽറ്റൻ. ഫംഗസിൻ്റെ ഒക്കെ എക്സോസ്കെൽറ്റൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സോസ്കെൽറ്റൻ എന്ന് പറയത്തില്ല, അതിൻ്റെ വാൾ, സെൽ വാൾ എന്ന് പറയുന്നത് കൈറ്റിൻ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മൾ കൈറ്റിനേസ് വെച്ച് ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, സെൽ വാളോ അങ്ങനെ എന്തെങ്കിലും വാളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പോയി കിട്ടും. ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് എന്ത് ചെയ്യാം, ഡൈജസ്റ്റ് ചെയ്ത് കളയാം. ഫസ്റ്റ് തന്നെ RNA ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് റൈബോന്യൂക്ലിയേസസ്. RNA പൊതുവെ എന്താണ്, റൈബോന്യൂക്ലിയോടൈഡ് അല്ലേ. അപ്പോൾ നമ്മൾ റൈബോന്യൂക്ലിയേസസ് വെച്ച് എന്ത് ചെയ്യും, ഇതൊക്കെ എൻസൈം ആട്ടോ. ഈ എയ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് എൻസൈം ആണെന്ന് മനസ്സിലാക്കിക്കോളാം കേട്ടോ. അപ്പോൾ റൈബോന്യൂക്ലിയേസസ് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതേപോലെ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പ്രോട്ടിയേസസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് ട്രീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, അവരൊക്കെ ഡിലീറ്റ് ആയി പോകുന്നുള്ളതാണ്. ഓക്കെ, നൗ അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരെ വെച്ച് ട്രീറ്റ് ചെയ്ത് എല്ലാവരും നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി. മാക്രോ മോളിക്യൂൾസ് ഒക്കെ ഡൈജസ്റ്റ് ആയിപ്പോയി. ഇനി DNA മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ബേസിക്കലി അതൊരു സൊല്യൂഷൻ പോലെ ഉണ്ടാവുക, ഇത് ഇങ്ങനെ ഒരു സൊല്യൂഷൻ പോലെ ഉണ്ടാവുക. പക്ഷെ ഇതിനകത്ത് ഈ വൈറ്റ് കളേർഡ്സ് ആണ് നിങ്ങൾ കാണുന്നുണ്ടോ, ഈ വൈറ്റ് കളേർഡ് ഒരു ബ്ലഡ് ഒരു സംഭവം പോലെ, അതാണ് നമ്മൾ DNA. പക്ഷെ DNA ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക. ഓക്കെ, ഒരു സൊല്യൂഷനിൽ മിക്സ് ആയി കിടക്കുന്നതും സൊല്യൂഷനിൽ വേറിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. സൊല്യൂഷനിൽ മിക്സ് ആയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കത്തില്ല. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ആവണം സൊല്യൂഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ DNA നമുക്ക് എന്ത് ചെയ്യണം, പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാ, എത്തനോൾ ആണ്. ഓക്കെ, എത്തനോൾ അല്ലെങ്കിൽ ചിൽഡ് എത്തനോൾ, തണുപ്പിച്ച എത്തനോൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, DNA ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, ഒരു സ്ലൈമി ഒരു സംഭവം പോലെയാണ് നമുക്ക് DNA കിട്ടുക. നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് കണ്ണുകൊണ്ട് നേക്കഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അത്രയും പ്രോസസ്സൊക്കെ പറയാനുള്ളൂ. പിന്നെ എന്താ, കട്ടിങ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ. റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ പറ്റി വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ഒരു DNA, ഒരു സർക്കുലർ DNA ആണെങ്കിൽ ആ സർക്കുലർ DNAയിൽ എന്തുണ്ടാവും, ചില റെസ്ട്രിക്ഷൻ സൈറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇത് EcoR1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റ് ആണെന്ന് കരുതിക്കോ. അപ്പോൾ അങ്ങനെ ഒരു റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടെങ്കിൽ ഈ EcoR1 എന്ത് ചെയ്യും, നേരെ അവിടെ വന്ന് ബൈൻഡ് ചെയ്യും ആൻഡ് ഈ പോർഷൻ എന്ത് ചെയ്യും, കട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ DNA കട്ട് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഏതാ അടുത്ത പ്രോസസ്സ്, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. നിങ്ങളുടെ പ്രോസസ്സസ് എന്ന് പറയുന്ന സെക്ഷനിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞ ഏത് PCR എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ നമ്മൾ കട്ടിങ് ഓഫ് DNA ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക, നമുക്കൊരു പീസ് ഓഫ് DNA ആണ് കിട്ടുക. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു പീസ് ഓഫ് DNA വെച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എടാ, ഈ ഒരു പീസ് ഓഫ് DNA മേലെ എല്ലാ ട്രസ്റ്റും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഇട്ടിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അടുത്ത പ്രോസസ്സുകൾ ചെയ്യുന്ന സമയത്ത് തെറ്റി പോവോ അല്ലെങ്കിൽ DNAക്ക് എന്തെങ്കിലും ഡാമേജ് വരുമോ ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മുതൽ ഐസൊലേഷൻ മുതൽ ചെയ്ത് കൊണ്ടുവരണ്ടേ? അത് പോസിബിൾ ആണോ? അല്ല, അതൊക്കെ വെറുതെ ടൈം കൺസ്യൂമിങ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു പീസ് ഓഫ് DNA, ഇതാണ് നമുക്ക് വേണ്ട ടാർഗറ്റ് DNA. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ടാർഗറ്റ് DNA. അതൊരു പീസ് ഓഫ് DNA ആവാം, ഒരു ജീൻ ആവാം, എന്തോ ആയിക്കോട്ടെ, നമുക്ക് വേണ്ട കഥാപാത്രമാണ്. സോ നമുക്ക് ടാർഗറ്റ് DNA ഇടാം. അപ്പോൾ ഈ ടാർഗറ്റ് DNA നമുക്ക് ആംപ്ലിഫൈ ചെയ്യണം. ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് നമ്പർ ആക്കണം. അതായത് ഒരു DNA ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു DNA ഉള്ളൂ വെച്ചാൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരുപാട് DNA പീസസ് നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് DNA പീസസ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യാം. ഒന്നിലെടുത്ത് ചെയ്തിട്ട് തെറ്റിപ്പോയാൽ അടുത്തിലെടുത്ത് ചെയ്യാം. മനസ്സിലായോ? കുഴപ്പമില്ല. അപ്പം എന്തായാലും നമുക്ക് ഒരു കോപ്പി വെച്ചിട്ട് ചെയ്യുന്നത് സേഫ് അല്ല. അല്ലെങ്കിൽ പല പല റീസൺസ് ഉണ്ട് കേട്ടോ, നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പല കാരണങ്ങളുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മൾ ആംപ്ലിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ PCR സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്. എന്താണ് PCR, എങ്ങനെയാണ് PCR ഫംഗ്ഷൻ, ഓക്കെ, PCR ഫംഗ്ഷനിങ് എങ്ങനെയാണ്, PCR സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിയാലോ, സിമ്പിൾ ആട്ടോ, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ PCR ഫുൾ ഫോം പറഞ്ഞുതരാം. ഓക്കെ, PCR ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതുവാണേ. ഓക്കെ, ഇറ്റ്സ് വൈറ്റ്, സോ
നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഐ ചേഞ്ച് ദ കളർ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, തലയിൽ കയറ്റുക എന്നുള്ളത്, വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. പോളിമറേസ്, ഇത് ഇ ആണ്, POLYMERASE, പോളിമറേസ്. ഇവിടെയാണ് പി വരുന്നത്. ഓക്കെ, PCR പി. പിന്നെ ചെയിൻ. ഓക്കെ, PCR ആണ് നമുക്ക് വേണ്ടത്. പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. സിമ്പിൾ. എന്താ? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഇതാണ് എന്ത്? PCR ഫുൾ ഫോം എന്ന് പറഞ്ഞത്, പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ PCR സ്റ്റെപ്സ് നോക്കിയാലോ, വളരെ സിമ്പിൾ ആണ് കേട്ടോ, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട DNA, നമുക്കൊരു പീസ് ഓഫ് DNA ആണ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പീസ് ഓഫ് DNA ഉണ്ട്. നമുക്ക് ഈ പീസ് ഓഫ് DNA എന്താക്കണം? ഒരു പീസാണുള്ളതെങ്കിൽ 1 2 ആക്കണം, 2 4 ആക്കണം, റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ബേസിക്കലി 1 2 ആക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താ ചെയ്യുന്നത്. നമുക്ക് ഏത് ഭാഗമാണോ, അതാണ് ഇപ്പോൾ നമ്മുടെ പീസ് ഓഫ് DNA എന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് ഏത് ഭാഗമാണോ കോപ്പി ചെയ്യേണ്ടത്, ഏത് ഭാഗമാണോ നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടത്, ആ ഭാഗമാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാണ് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഭാഗം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാന്നറിയോ, നമ്മളെ DNA ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? എടാ, DNA എന്ന് പറയുന്നത് എന്താ? മോസ്റ്റ്ലി ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? ഈ ഡബിൾ സ്റ്റാൻഡേർഡായി നിൽക്കുമ്പം നമുക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. ഞാനത് എപ്പോഴും പറയാറുണ്ട് അല്ലേ? ഡബിൾ സ്റ്റാൻഡേർഡായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവർ ടൈറ്റ്ലി ബോണ്ടഡ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ട് അവരെന്തായിരിക്കും? ബോണ്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരിൽ നിന്ന് കോപ്പി എടുക്കാനോ ഒന്നും തന്നെ പറ്റില്ല. നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമുക്ക് ഉണ്ടെങ്കിൽ ഇത് എയും ഇത് ഫസ്റ്റ് A സ്ട്രാൻഡും ഇത് B സ്ട്രാൻഡും ആണെന്ന് വിചാരിച്ചോ. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് ആയിട്ട് നിർത്തണം. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, എടാ ഫസ്റ്റ് നമുക്കിപ്പോൾ കോപ്പി എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നോട്ട് കോപ്പി എടുക്കാൻ കൊണ്ടുപോവാണ് എക്സാമിന് തലേന്ന്. അഫ്കോഴ്സ് അങ്ങനെയാണല്ലോ, പഠിപ്പിക്കുന്ന നോട്ട് ക്ലാസ്സിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ കോപ്പി എടുക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, പ്രിൻ്റ് ഔട്ടിൻ്റെ അവിടെ സ്ഥലത്ത് പോയി ഞാൻ അവർക്ക് ഈ നോട്ട് കൊടുക്കണ്ടടാ. ഈ നോട്ട് കൊടുത്താലല്ലേ ഈ നോട്ടിൽ നിന്ന് അവർക്ക് കോപ്പി തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ നോട്ട് കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോപ്പി എടുത്ത് എനിക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അങ്ങോട്ട് കൊടുക്കുന്ന സാധനം നമുക്ക് ടെംപ്ലേറ്റ് എന്ന് വിളിച്ചൂടെ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡാണ് നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, കോപ്പിങ് നടക്കുക. ഫോർ എക്സാമ്പിൾ A ആണെന്ന് വിചാരിച്ചോ. ഞാൻ എന്താ ചെയ്യുന്നത്, A എന്ന് പറയുന്ന സ്റ്റാൻഡിന് എന്ത് ചെയ്തു, ഇവർ സെപ്പറേറ്റ് ചെയ്തു. ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ബോണ്ടഡ് ആയിരിക്കും, ഹൈഡ്രജൻ ബോണ്ടുകൾ വഴി. DNA അല്ലേ, അവർ ബോണ്ടഡ് ആയിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവരെ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. A എന്ന് പറഞ്ഞതിന് മാത്രം നമ്മൾ എടുത്തു. എന്നിട്ട് ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പിങ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടാക്കുക. ഓക്കെ, ഈ വന്നവനാരാ? C എന്ന് പറഞ്ഞ സ്ട്രാൻഡാണ്, പുതിയ സ്ട്രാൻഡാണ്. അപ്പോൾ ഇതൊരു പുതിയ DNA ആയില്ലേ? ഇതേപോലെ തന്നെ B ഇവിടെ കിടപ്പില്ലേ? എടാ, ഇതേപോലെ തന്നെ B ഇവിടെ കിടപ്പില്ലടാ. നമ്മൾ B-നെ A-നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായില്ലേ? അപ്പോൾ B ഇവിടെ കിടപ്പില്ലേ? കിടപ്പുണ്ട്. അപ്പോൾ ഈ B-യിൽ നിന്ന് നമുക്ക് പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാലോ. B-യിൽ നിന്ന് നമുക്ക് പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കാലോ. B-യിൽ നിന്നും പുതിയ സ്ട്രാൻഡായി. ഇപ്പം നോക്കിക്കേ, ഒരു DNA-യിൽ നിന്ന് 2 DNA കിട്ടിയോ ഇല്ലയോ? കിട്ടിയില്ലേ? എടാ, ഇങ്ങനെയാണ് ബേസിക്കലി കോപ്പിംഗ് നടക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിനെ ഡബിൾ ബോണ്ട് ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല, ഇതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആക്കണം എന്ന് മനസ്സിലായില്ലേ? അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ മെത്തേഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് ഹീറ്റാണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുക, അല്ലെങ്കിൽ ചുമ്മാ എന്ത് ചെയ്യുക, എരി കയറ്റി കൊടുക്കുക. നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവർ നല്ല ബോണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചുമ്മാ ഒന്ന് എരി കയറ്റി കൊടുത്താൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ബ്രേക്ക് ചെയ്യും അല്ല. ചില ഫ്രണ്ട്ഷിപ്സൊക്കെ അങ്ങനെ ബ്രേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് സംഭവം, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഹീറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഹീറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള DNA, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന DNA സിംഗിൾ സ്റ്റാൻഡേർഡായി, ഒരൊറ്റ സ്റ്റാൻഡേർഡായി. ഓക്കെ, ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായത്, സിംഗിൾ സ്റ്റാൻഡേർഡായി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മളൊരു പേരിട്ട് വിളിക്കും. എന്താ ഇതിൻ്റെ പേര്, എന്താ ഈ സ്റ്റെപ്പിൻ്റെ പേര്? ഡീനേച്ചറേഷൻ. എന്താ സ്റ്റെപ്പിൻ്റെ പേര്? ഡീനേച്ചറേഷൻ. ഓക്കെ, ഡീനേച്ചറേഷൻ എന്നാണ് ഈ സ്റ്റെപ്പിന് നമ്മൾ വിളിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോയാലോ. ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ Aയും ഉണ്ട് Bയും ഉണ്ട്. അതേപോലെ തന്നെ ഇതാണ് A. ഓക്കെ, ഇതാണ് B. കണ്ടോ, Aയും Bയും നിങ്ങൾ കണ്ടോ? അപ്പം ഈ Aയിൽ നിന്നും പുതിയ DNA ഉണ്ടാവണം, Bയിൽ നിന്നും പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാവണം. ശരിയല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാക്കുന്ന എൻസൈമിനെ നമ്മൾ DNA
പോളിമറൈസ് എന്നാണ് വിളിക്കുക. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. അത് കോപ്പി ചെയ്ത് ഉണ്ടാക്കി പോകുക എന്നുള്ള അർത്ഥമാണ് പോളിമറൈസേഷൻ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോളിമറൈസ് DNA പോളിമറൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ DNA പോളിമറൈസിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെ പോലെ തന്നെയുള്ള പ്രശ്നമാണ്. എന്താ, എവിടെന്നെങ്കിലും ഒരു പുഷ് കിട്ടിയാലേ നമുക്കൊക്കെ പഠിക്കാൻ തോന്നുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കോളാം. നമ്മൾ വീട്ടിൽ പോയിട്ട് ചുമ്മാ TV കണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അമ്മയും അച്ഛനെ വരും, ചോദിക്കും നാളെ എക്സാം അല്ലേ, ഒരാഴ്ചക്ക് എക്സാം അല്ലേ, വല്ലതും പഠിച്ചൂടെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കുറച്ച് ടെൻഷൻ ആവും. നമ്മൾ എന്ത് ചെയ്യും? ആ TV ഓഫ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ പോകും അല്ലേ? അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അമ്മ കുറേ 100 തവണ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് പഠിക്കാൻ പോകത്തില്ലേ? അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് നാളെ എനിക്ക് എക്സാം ആണ്, ഇപ്പോൾ ഈ TV കാണരുത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണരുത് എന്ന് പറഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവോ? ഇല്ല. നമുക്കൊരു പുഷ് കിട്ടണ്ടേ, നമുക്കൊരു സ്റ്റാർട്ട് കിട്ടണ്ടേ? അപ്പം അങ്ങനെ ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടണം എവിടുന്നെങ്കിലും നമുക്ക് പഠിക്കണമെങ്കിൽ. അതേപോലെ തന്നെ ഈ DNA പോളിമറേസിന്റെ ജോലി എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പുതുതായി ഒരു DNA ഉണ്ടാക്കണമെങ്കിൽ എവിടെന്നെങ്കിലും എന്ത് ചെയ്യണം? ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടണം. അപ്പോൾ ആ കിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്ന ആളാണ് പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നില്ലേ? പ്രൈമേഴ്സ് എന്ന് പറയുന്നത് ഈ കിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. അവർ ബേസിക്കലി ഒന്നുമില്ല, ഒരു പീസ് ഓഫ് DNA തന്നെയാണ്. DNA ആയിരിക്കത്തില്ല, അവർ RNA ആയിരിക്കും പൊതുവെ. ഈ പ്രൈമേഴ്സ് പറയുന്നത് പൊതുവെ RNA പീസസ് ആയിരിക്കും. എനിവേസ്, അതൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. എന്തായാലും പ്രൈമർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ പ്രൈമേഴ്സ് എന്ത് ചെയ്യും? ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, പോയിട്ട് ബൈൻഡ് ചെയ്യും. അതിപ്പോൾ രണ്ട് സ്ട്രാൻഡിലും ബൈൻഡ് ചെയ്യും. ഒരു സ്ട്രാൻഡിൽ ഇവിടെയാണ് ബൈൻഡ് ചെയ്യുകയെങ്കിൽ മറ്റേ സ്ട്രാൻഡിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് ബൈൻഡ് ചെയ്യുക. കാരണം എന്താ, ഈ DNA പോളിമറൈസിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവർ ഒറ്റ ഡയറക്ഷനിലേ ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. 5' to 3'. ഈ ഒരു ഡയറക്ഷനിൽ അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ അറിയത്തുള്ളൂ. ഈ ഒരു ഡയറക്ഷനിൽ അവർ പോളിമറൈസേഷൻ ചെയ്യുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് എവിടെ ആയിരിക്കണം? 5'ആയിരിക്കണ്ടേ? അപ്പം പ്രൈമർ എവിടെ ആയിരിക്കണം? ഇവിടെ കിക്ക് സ്റ്റാർട്ടിനല്ലേ പ്രൈമർ കൊണ്ടുവരുന്നത്. അപ്പം പ്രൈമർ അങ്ങ് 3' പോയി കിടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. എവിടെ ആയിരിക്കണം? 5'ആയിരിക്കണം പ്രൈമർ എന്ത് ചെയ്യുന്നത്, വന്നിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് 5' എൻഡിലായിരിക്കണം. ഇത് ഇവിടെ നോക്കിക്കോ, 3' to 5' അല്ലേ, സോറി 5' to 3' അല്ലേ DNA പോളിമറൈസ് ഡയറക്ഷൻ. 5' to 3'. റൈറ്റ്. ഇനി DNA പോളിമറൈസ് എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് പോളിമറൈസ് ചെയ്ത് വെക്കോളും. നിങ്ങൾ കോംപ്ലിക്കേഷൻ ഒന്നും ആക്കണ്ട, ഇത്രയും മനസ്സിലാക്കുക. ഡീനാച്ചുറേഷൻ ഉണ്ട്, ഹീറ്റ് ചെയ്തു, 2 സെപ്പറേറ്റ് സ്റ്റാൻഡുകളാക്കി. ഇനി ഒരു കിക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പ്രൈമർ ആഡ് ചെയ്യണം. അതാണ് ഇവിടെ നിങ്ങൾ കാണുന്ന സ്റ്റെപ്പ്. 2 പ്രൈമേഴ്സ് എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അനീലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, എന്താ നമ്മൾ വിളിക്കുക? അനീലിംഗ് എന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിനെ വിളിക്കുക. അപ്പോൾ 2 സ്റ്റെപ്പ് ആയിട്ടോ. ഏതൊക്കെയായി? ഡീനാച്ചുറേഷനുമായി, അനീലിംഗുമായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ DNA പോളിമറൈസിന് ഇട്ട് കൊടുക്കും. DNA പോളിമറൈസ്. ഇവിടെ ഉപയോഗിക്കുന്ന DNA പോളിമറൈസിന് ഒരു സ്പെഷ്യൽ പേരൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. എന്നാൽ DNA പോളിമറൈസ് എന്ത് ചെയ്യും? ഇട്ട് കൊടുക്കും. ഒരു എൻസൈം അല്ലേ, ഇട്ട് കൊടുത്തു. DNA പോളിമറൈസ് മാത്രം മതിയോടാ? പോരാലോ. ഇവിടെ നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്ത് പോകണമെങ്കിൽ ഇവിടെയൊക്കെ ന്യൂക്ലിയോടൈഡ്സ് വേണ്ടേ? AGTC, അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, ന്യൂക്ലിയോടൈഡ്സ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ന്യൂക്ലിയോടൈഡ്സ്, ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ്, DNA ആയതുകൊണ്ട് തന്നെ ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ് ആണ്, അതും കൂടെ ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സാരമില്ല, സിംപ്ലി മനസ്സിലാക്കുക. അനീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് DNA പോളിമറൈസ് വരുന്നത്. DNA പോളിമറൈസ് വന്നു കഴിഞ്ഞാൽ പിന്നെ DNA പോളിമറൈസ് അവരെ പണി ചെയ്ത് കൊടുക്കും. കാരണം എന്താ? ഓൾറെഡി ഇവിടെ പ്രൈമർ ഇല്ലേ, അപ്പോൾ DNA പോളിമറൈസിന്റെ കാര്യങ്ങൾ എളുപ്പമല്ലേ? അതെ, DNA പോളിമറൈസ് അവൻ്റെ പണി ചെയ്തു, ഒരു ഫുൾ കോപ്പി ഉണ്ടാക്കി. ഓക്കെ, ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? ഫുൾ കോപ്പി ഉണ്ടാക്കി 2 സ്റ്റാൻഡിലും. ഇത് A സ്റ്റാൻഡാണ്, ഇത് B സ്റ്റാൻഡ് ആയിരുന്നു. നമ്മളെ പണ്ടത്തെ A സ്റ്റാൻഡും B സ്റ്റാൻഡും ആയിരുന്നു. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു? അവർ പുതിയ DNA ആയിട്ട് മാറിയില്ലേ? അപ്പോൾ ഒന്നിൽ നിന്ന് എന്ത് ചെയ്തു? 2 ഉണ്ടായോ? അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് DNA പോളിമറൈസ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്റ്റൻഷൻ എന്ന് വിളിക്കാം. കാരണം അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. കാരണം അനീലിംഗ് കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ഒരു പ്രൈമർ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഈ പ്രൈമറിന്റെ മേലെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ട പരിപാടിയല്ലേ DNA പോളിമറൈസിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഇതാണ് എന്ത്? മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് PCR-ന്റെ ഒരു സൈക്കിളാണ്. ഒരു വട്ടം PCR ചെയ്താൽ ഇത്രയാണ് നമുക്ക് കിട്ടുക. അങ്ങനെ 30 വട്ടം നിങ്ങൾ PCR ചെയ്യുകയാണെന്ന് വിചാരിച്ചു. 30 സൈക്കിൾസ്, PCR-ന്റെ 30 സൈക്കിൾസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1 ബില്യൺ, million അല്ല, I'm not talking about thousands, I'm not talking about 10,000s, I'm talking about billions here. Okay, 1 ബില്യൺ ടൈംസ് ആണ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ആവുക. അപ്പോൾ ഒരു DNA ഉണ്ടെങ്കിൽ അത് 1 ബില്യൺ കോപ്പീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? മാറിയിട്ടുണ്ടാവും. എത്ര സൈക്കിളിൽ? 30 സൈക്കിളിൽ. കാരണം 1 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു, അങ്ങനെയാണ് പോകുന്നത്. മനസ്സിലായോ? ഡബിൾ ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ 1 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2 കിട്ടി, ആ 2 നിന്ന് പിന്നെ നമുക്ക് 4 കിട്ടുന്നില്ലേ? അപ്പോൾ വിത്തിൻ 30 സൈക്കിൾസ് നമുക്ക് എന്ത് ചെയ്യും? 1 ബില്യൺ കോപ്പീസ് നമുക്ക് കിട്ടുന്നുള്ളതാണ്.
സിമ്പിൾ അല്ലേ? മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്സ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് ഒരു നോട്ട്സ് പോലെ ഞാൻ കാണിച്ചു തരാം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താ? മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA ഉണ്ടാക്കുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പം ഇൻവിട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബിൽ, ഓക്കെ, ലാബോറട്ടറി കണ്ടീഷൻസിലാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ലാബിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ജിയോ ആയെന്ന് ഉദ്ദേശിക്കുന്നത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് കേട്ടോ. നമുക്ക് വേണ്ട ജീന് അല്ലെങ്കിൽ വേണ്ട പാർട്ട് എന്നുള്ളൊരു അർത്ഥം മാത്രമേ ജിയോ ആയിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അഗൈൻ വീണ്ടും ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് പല ടൈപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തലേ കയറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു DNA ഉണ്ടാവും. ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഡീനാച്ചുറേഷൻ കഴിയുമ്പോൾ അല്ലേ, ബേസിക്കലി ഹീറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവർ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈമർ അറ്റാച്ച് ചെയ്യണം. അതിന് ഇവിടെ വന്ന് പ്രൈമർ അറ്റാച്ച് ചെയ്തത് കണ്ടോ? പ്രൈമർ അറ്റാച്ച് ചെയ്യണം. ഈ സ്റ്റെപ്പിൽ നമ്മൾ അനീലിംഗ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ ഉണ്ട്. ഇവിടെയാണ് ആര് വരുന്നത്? DNA പോളിമറൈസ് എൻസൈം വരുന്നത്. ഓക്കെ, ഇവിടെയാണ് DNA പോളിമറൈസ് എൻസൈം വരുന്നത് എക്സ്റ്റൻഷനിൽ. ആൻഡ് ഇവിടെ എക്സ്റ്റൻഷൻ വഴി നമുക്ക് എന്ത് ചെയ്തു? 2 കോപ്പീസ് ഓഫ് DNA കിട്ടി. ഇതും ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഇതും ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് പോലത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം. എന്തായാലും ഇതാണ് PCR-ന്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ PCR നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നേ ഉള്ളൂ. എന്തൊക്കെ ആവശ്യമാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടെംപ്ലേറ്റ് വേണ്ടേ? ഞാൻ പറഞ്ഞു, അതെ, നോട്ട് കോപ്പി എടുക്കണമെങ്കിൽ ആദ്യം നോട്ട് വേണം. അതായത് അതൊരു ടെംപ്ലേറ്റ് DNA വേണം, മസ്റ്റ് ആണ്. പിന്നെ ന്യൂക്ലിയോടൈഡ്സ് വേണം. അതായത് ഞാനിപ്പോൾ നോട്ട് കോപ്പി എടുക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് പേപ്പർ വേണ്ടേ? അവിടെ അവരുടെ A4 സൈസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലല്ലേ അവർക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അവർക്ക് പേപ്പർ വേണ്ടേ? അല്ലെങ്കിൽ എന്തിനാണോ പ്രിന്റ് ചെയ്യുന്നത് ആ സാധനം വേണ്ടേ? അപ്പോൾ അതേപോലെ ന്യൂക്ലിയോടൈഡ്സ് വേണ്ടേ? ഇവിടെ വേണം. അതായത് AGTC കേട്ടോ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഈ 4 ന്യൂക്ലിയോടൈഡ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ, പിന്നെ പ്രൈമേഴ്സ് വേണ്ടേ? അത് 2 പ്രൈമേഴ്സ് വേണ്ടേ? കാരണം 2 സ്ട്രാൻഡ് ഉണ്ടാവും. ആ 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പ്രൈമേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? വേണം എന്നുള്ളതാണ്. പ്രൈമേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഒന്നുമില്ല, ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് പറഞ്ഞാൽ കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഇങ്ങനെ കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് നിൽക്കുന്ന ഒരു സീക്വൻസ് തന്നെയാണ് നമ്മുടെ പ്രൈമർ എന്ന് പറയുന്നത്. പൊതുവെ RNA സീക്വൻസസ് ആയിരിക്കും. അതായത് DNA-നോട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും. കാരണം DNA-യിൽ പോയിട്ട് ബൈൻഡ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ DNA-നോട് ഇവരെന്തായിരിക്കും? കോംപ്ലിമെന്ററി ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് വേണം? എൻസൈം വേണം. എന്താ എൻസൈമിന്റെ പേര്? DNA പോളിമറേസ് എന്നാണ് എൻസൈമിന്റെ പേര്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, DNA പോളിമറേസ് നമ്മുടെ സാധാ DNA പോളിമറേസ് ഉണ്ടല്ലോ, ആ DNA പോളിമറേസ് ഇവിടെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അതെന്താ കാര്യമില്ലാത്ത? ഇവിടെ ഡീനാച്ചുറേഷനും അനീലിങ്ങും എക്സ്റ്റൻഷനും ഒക്കെ ചെയ്യുമ്പം ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരുപാട് ഹീറ്റിന്റെ കളിയുണ്ട് അല്ലേ? ഒരുപാട് ഹീറ്റ്, വളരെ ടെമ്പറേച്ചേഴ്സ് ഞാനിപ്പോൾ പറയും. അത്രത്തോളം ടെമ്പറേച്ചേഴ്സിൽ ഹൈ ആയിട്ടും ടെമ്പറേച്ചർ ലോ ആവുക, പിന്നെ ടെമ്പറേച്ചർ ഹൈ ആവുക, അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഇവിടെ വരും. അപ്പം നമ്മൾ സാധാ DNA പോളിമറേസ് ഇല്ലേ, നിങ്ങൾക്കറിയാം എൻസൈംസിനെ എഫക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സിൽ ഒന്ന് ടെമ്പറേച്ചറാണ് അല്ലേ? അപ്പോൾ നമ്മൾ സാധാ DNA പോളിമറേസ് ഉപയോഗിച്ചാൽ ഇങ്ങനത്തെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഒന്നും അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതെന്ത് ചെയ്യും? ഡീനേച്ചർ ആയി പോകും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? അതിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ DNA പോളിമറേസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു DNA പോളിമറേസ് ഒരു ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. ആ ബാക്ടീരിയന്റെ പേരാണ് തേർമസ് അക്വാറ്റിക്കസ്. എന്താ പേര്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തേർമസ് അക്വാറ്റിക്കസ്. ഇങ്ങനെ തേർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു DNA പോളിമറേസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു പേര് വിളിക്കും. എന്താ വിളിക്കുക? ടാക് പോളിമറേസ്. എന്താ വിളിക്കുക? ടാക് പോളിമറേസ്. ഓക്കെ, ടാക് എവിടുന്ന? T4. ഈ T എവിടെ വന്നു? തേർമസിന്റെ T, അക്വാറ്റിക്കിന്റെ AQ. ഓക്കെ, അങ്ങനെയാണ് ടാക് പോളിമറേസ് കിട്ടിയിട്ടുള്ളത്. ഈ ടാക് പോളിമറേസ് ആണ് ഇവിടെ നമ്മൾ DNA പോളിമറേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഡീനാച്ചുറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഹീറ്റ് കൊടുക്കണം എന്നാലേ ബോണ്ട് പൊട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹീറ്റ് എവിടെയായിരിക്കും കൊടുക്കുക? ഡീനാച്ചുറേഷനിലേക്കും കൊടുക്കുക. കാരണം ബോണ്ട് എന്ത് ചെയ്യണം? പൊട്ടിക്കണം. ആൻഡ് ഈ DNA ബോണ്ട് പൊട്ടിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടുകളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പൊട്ടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഹീറ്റ് കൊടുക്കണം. എത്ര കൊടുക്കണം? അബൌട്ട് 95 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കണം. പഠിക്കണം കേട്ടോ, ടെമ്പറേച്ചർ ഇത് പഠിക്കണം. ഡീനാച്ചുറേഷൻ്റെ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 95 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് DNA എന്ത് ചെയ്യും? DNA സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്യും, ബോണ്ടുകൾ പൊട്ടി DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആവും. ക്ലിയർ ആയോ? അടുത്തത് എന്താണ്? അനീലിംഗ് ആണ്. അനീലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ 55 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് ചെയ്യുക? നമ്മൾ കൊടുക്കുക. ഓക്കെ, ഭയങ്കര ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ല, ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പോൾ നമ്മൾ അബൌട്ട് വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എത്രയാ?
100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഏകദേശം ആ ഒരു ലെവലിലാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അല്ലെ, 95 ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണ്ടുകൾ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അനിയിലെങ്കിൽ ഒരുപാട് ടെമ്പറേച്ചറിന്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചിട്ടൊരു 55 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമേഴ്സ് വന്നിട്ട് DNA സ്ട്രാൻഡിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അനിയിലിംഗിലാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പ് ഏതാ, എക്സ്റ്റൻഷൻ ആണ് അല്ലേ, എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ എക്സ്റ്റൻഷൻ്റെ സമയത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറച്ച് കൂട്ടും, 72 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ആക്കാം. ഓക്കെ, അപ്പോൾ ഈ 72 ഡിഗ്രി സെൽഷ്യസിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന DNA പോളിമറേസ് വേണ്ടേ? വേണം. അതിനാണല്ലോ നമ്മൾ ടാഗ് പോളിമറേസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ടാഗ് പോളിമറേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഈ 95 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ അനീലിംഗിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കുറയുമെന്നും എക്സ്റ്റൻഷനിലേക്ക് വരുമ്പോൾ വീണ്ടും കൂട്ടുമെന്നും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പക്ഷേ ഏറ്റവും ഹൈ എവിടെയായിരിക്കും, ഡീനാച്ചുറേഷനിൽ തന്നെയായിരിക്കും, 95 ആയിരിക്കും, അറിഞ്ഞിരിക്കാം. ഓക്കെ, അതേപോലെ ടാഗ് പോളിമറേസിന്റെ പേര്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 സ്റ്റെപ്സിന്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. DAE, ഡേ എന്നൊക്കെ നമ്മൾ വിളിക്കൂലേ, ഡേ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയില്ലേ, ഡേ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയില്ലേ, ഡേ ഒന്നും കൂടെ വാടാ, ഡേ വിളിക്കില്ലേ, അതേപോലെ DAE, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. തിരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെയാണ് സമയം ഡീനാച്ചുറേഷൻ ആണ് ആദ്യം, പൊട്ടിക്കലാണ് ആദ്യം, പിന്നെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കും. അതിന് നടുവിൽ ഒരാളുണ്ട്, ആരാണത്, അനീലിംഗ്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ PCR-ന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ചിലപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം നിങ്ങളോട് ഇതിൽ ഏത് ഭാഗം ചോദിച്ചാൽ നിങ്ങൾ പറയത്തില്ലേ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ, പ്രൈമർ, ഡബിൾ സ്ട്രാൻഡ് DNA, ഹീറ്റ്, എല്ലാം നിങ്ങൾ പറയും. ടാഗ് പോളിമറേസ്, ഡിയോക്സിന്യൂക്ലിയോടൈഡ്സ്, 30 സൈക്കിളിൽ 1 ബില്യൺ. ഇതിൽ ഒരു വേർഡ് പോലും നിങ്ങൾക്ക് എന്തില്ല, കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 2 തവണ ഒരേ ഫിഗർ കൊടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഞാൻ ഈ ഫിഗർ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫിഗറാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഫിഗർ അല്ല ഗൈസ്. ഓക്കെ, സോ ഈ ഫിഗർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തരും. ഇനി നിങ്ങളോട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ ഈ 3 സ്റ്റെപ്പുകൾ ചിലപ്പോൾ ഉണ്ടാവത്തില്ല, 1, 2, 3 ആയിരിക്കും ഉണ്ടാവുക. 1, 2, 3 സ്റ്റെപ്സ് എഴുതാൻ പറയുമായിരിക്കും. അതേപോലെ ഇവിടെ എൻസൈമിന്റെ പേര് ചിലപ്പോൾ തരത്തില്ല, അത് എഴുതാൻ പറയുമായിരിക്കും. അങ്ങനെ അതേപോലെ ഇവിടെ ചിലപ്പോൾ നമ്പർ തരത്തില്ല, എത്ര ബില്യൺ ആണെന്ന് തരത്തില്ല, സോ അത് എഴുതാൻ പറയുമായിരിക്കും. അങ്ങനെ പല ഇതിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. 1 ബില്യൺ കോപ്പീസ് ആണ് ഉണ്ടാക്കുന്നുള്ള കാര്യം കൂടി ആലോചിച്ച് നോക്കുക. ഇത്രയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്, അതായത് PCR എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. നിങ്ങളുടെ 3ാമത്തെ സെക്ഷൻ ആയിരുന്നു അത്, 3ാമത്തെ പ്രോസസ്സ് ആയിരുന്നു അത്. ഇനി നമ്മുടെ 4ാമത്തെ പ്രോസസ്സാണ് എന്താ, ഇൻസേർഷൻ ഓഫ് റീകോമ്പിനന്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് അല്ലെങ്കിൽ സെൽ ഓർഗാനിസം. ഇതും എനിക്ക് അധികം ഒന്നും പറയാനില്ല, കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മൈക്രോ ഇഞ്ചക്ഷൻ, ജീൻ ഗൺ പറഞ്ഞ ഓർമ്മയുണ്ടോ, മൈക്രോ ഇഞ്ചക്ഷൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് പറഞ്ഞു. അത് ഡയറക്റ്റ് മെത്തേഡുകളായിരുന്നു അല്ലേ. അങ്ങനെ പല മെത്തേഡുകളുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ. നമ്മൾ വെക്ടേഴ്സിന്റെ സഹായത്തോടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. വെക്ടേഴ്സിന്റെ സഹായം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു റീകോമ്പിനന്റ് DNA അല്ലെങ്കിൽ ഒരു RDNA ഉണ്ടെങ്കിൽ നമുക്കത് ഡോണറിൽ നിന്ന്, ഞാൻ ഇന്നലെ മീൻസ് ലാസ്റ്റ് വീഡിയോനകത്ത് ഞാൻ വരച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡോണറിനകത്ത് ഡോണർ ഉണ്ടെങ്കിൽ ഡോണറിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം, ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഫ്രണ്ട് ദുബായിലാണ്, ഞാൻ കൊറിയർ ചെയ്യുന്ന പരിപാടി അത് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ആരെ യൂസ് ചെയ്യും, നമ്മൾ വെക്ടേഴ്സിനെ യൂസ് ചെയ്യും, പിന്നെ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ RDNA നമ്മൾ ഇവിടുന്ന് എവിടെ എത്തിക്കും, ഹോസ്റ്റലിൽ എത്തിക്കും എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഇതും കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഭാഗമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ 5ാമത്തെ സെക്ഷനാണ്. എന്താ 5ാമത്തെ സെക്ഷൻ, ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. സംഭവം ഒന്നുമില്ല, കാര്യമായ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു ജീൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കേ, അതെ നമ്മളിവിടെ ഒരു RDNA എടുത്ത് നമ്മൾ ഇതിനകത്ത് കുത്തി കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമില്ലടാ. നമ്മൾ ചുമ്മാ നമ്മൾ കാര്യങ്ങൾ ചെയ്യോ ഇല്ല, എന്തിനാണെങ്കിലും ഒരു പേർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട് അല്ലേ. അപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇൻസുലിൻ ആയിക്കോട്ടെ. ഇൻസുലിൻ എന്ന് വെച്ചാൽ ഇൻസുലിൻ ഗ്ലൂക്കോണൊക്കെ കേട്ടിട്ടില്ലേ, ഇവിടെ ബ്ലഡ് പ്രഷർ ഡയബറ്റീസിന്റെ സമയത്ത് കുത്തിവെക്കുന്ന സാധനം ഇൻസുലിൻ. ഡയബറ്റീസ് മെലിറ്റസ് വരുന്ന ആൾക്കാർക്ക് കുത്തിവെക്കുന്ന സംഭവമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ കുത്തിവെക്കണമെങ്കിൽ ഇതിന് മാത്രം ഇൻസുലിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്, ബയോടെക്നോളജി വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇൻസുലിൻ ഒരുപാട് എമൗണ്ടിൽ ഉണ്ടാക്കണ്ടേ. ആ ഇൻസുലിൻ ഒരുപാട് എമൗണ്ടിൽ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീന് ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഈ പറഞ്ഞ 4 സ്റ്റെപ്പുകളും കഴിഞ്ഞ 3 സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് കോപ്പീസ് ഓഫ് എന്തുണ്ടാവും, DNA ഉണ്ടാവും. ഒരുപാട് കോപ്പീസ് ഓഫ് DNA ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഹോസ്റ്റലിലേക്ക് കയറ്റി.
ഇത്രയും ചെയ്താൽ മതിയോ, പോരാലോ, ആ ഹോസ്റ്റിൽ നിന്ന് ലാർജ് ക്വാണ്ടിറ്റീസിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് അത് ഉണ്ടാക്കണ്ടേ? അതാണ് നിങ്ങൾ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ജീൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. അവിടെ എന്ത് വേണമെങ്കിൽ ആവാം ജീൻ പ്രോഡക്റ്റ്. നമ്മുടെ ലക്ഷ്യം എന്താണോ അതാണ് എന്ത് ജീൻ പ്രൊഡക്റ്റായി വരിക. അപ്പൊ നമ്മൾ ഇൻസുലിൻ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇൻസുലിനാണ് അവിടെ ജീൻ പ്രൊഡക്റ്റ്, വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ജീൻ പ്രൊഡക്റ്റ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തിനാണോ എന്തിനാ പഠിക്കണേന്ന് ചോദിച്ച പോലെ എന്തിനാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്തത്? റൈറ്റ്, എന്തിനു വേണ്ടി നമ്മൾ ചെയ്തത്? നമുക്ക് എന്തോ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ലാർജ് എമൗണ്ടിൽ ആ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ 5ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ബയോ റിയാക്ടേഴ്സ് ഒക്കെ പഠിക്കാനുണ്ടാവുക. നമ്മുടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, കഴിയാറായിട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ലാർജ് സ്കെയിലിൽ നമുക്ക് എന്താണോ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ഇത് RDNA, അതായത് നമ്മൾ RDNA ഉണ്ടാക്കിയല്ലോ, നമ്മുടെ റീകോമിനന്റ് DNA ഉണ്ടാക്കി. ഈ റീകോമിനന്റ് DNA നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡോണർ ഉണ്ട്, ഇവിടെ ഹോസ്റ്റ് ഉണ്ട്. അപ്പോൾ റീകോമിനന്റ് DNA ഡോണറിൽ നിന്ന് ഹോസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചു. അങ്ങനെ ഹോസ്റ്റ് എത്തിച്ചാൽ എടാ സംഭവം ഒരു DNA അല്ലടാ. ആഫ്റ്റർ ഓൾ ഈ RDNA എന്ന് പറയുന്നത് എന്താണ്, ഒരു DNA. അപ്പൊ ഈ DNA എന്താക്കും, സ്വാഭാവികമായിട്ടും ഒരു RNA ഉണ്ടാക്കും. ഈ RNA എന്താക്കും, കുറെ പ്രോട്ടീൻസ് ഉണ്ടാക്കും. റൈറ്റ്, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ് അല്ല, നിങ്ങൾ പല ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഇവിടെ ഇൻസുലിൻ്റെ ജീനാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് വിചാരിച്ചോ. എടാ, ഇൻസുലിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള DNA ആണ് കൊണ്ടുവന്നതെങ്കിൽ ഇവിടെ പ്രോട്ടീനായിട്ട് എന്താ ഉണ്ടാവുക, ഇൻസുലിൻ അല്ലേ ഉണ്ടാവുക. ആൻഡ് ഇത് ഡയറക്റ്റ്ലി ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നടുവിൽ RNA കൂടെ ഉള്ളത് കേട്ടോ. എന്നാൽ ഈ പ്രോസസ്സിനൊക്കെ പേരുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ പറയും. എല്ലാം വിട്ടേര്, സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട RDNA, ഇതാണ് നമ്മൾ RDNA, നമ്മുടെ റീകോമിനന്റ് DNA ആണിത്. നമുക്ക് ഈ വേണ്ട RDNA എന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നില്ലേ, ആ പ്രോട്ടീനെ നമുക്ക് എന്ത് വിളിക്കാം, റീകോമിനന്റ് പ്രോട്ടീൻ എന്ന് വിളിക്കാം. അത് എന്താണെങ്കിലും ഇൻ ജനറൽ നമുക്ക് റീകോമിനന്റ് പ്രോട്ടീൻ എന്ന് വിളിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റീകോമിനന്റ് പ്രോട്ടീൻ നമുക്ക് ലാർജ് എമൗണ്ടിൽ വേണം, അതായത് ഒരുപാട് കണ്ടന്റ് വേണം. ഒരു ചെറിയ ലാബിൽ ഒരിത്തിരി ചെയ്താൽ പോരാ. ഓക്കെ, ലാബിൽ ഒരു തുള്ളി ചെയ്തിട്ട് കുറച്ച് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മെഡിസിനിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഒരുപാട് ആൾക്കാർക്ക് നമുക്കിത് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാർജ് സ്കെയിൽ ഉണ്ടാക്കണം. അങ്ങനെ ലാർജ് സ്കെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആരാണ്? ബയോ റിയാക്ടേഴ്സ്. മനസ്സിലായോ? ഈ ബയോ റിയാക്ടേഴ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കിയാലോ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബയോ റിയാക്ടേഴ്സിന്റെ ഫംഗ്ഷനിങ്. ഭയങ്കര ടഫ് ഒന്നല്ല കേട്ടോ, എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റും അല്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ സെഷനിൽ വരുന്നത് PCR ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബയോ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബേസിക്കലി ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, അതെ, ഇതുപോലെ കുറേ വെസൽസ് ആണ്, അല്ലെങ്കിൽ വലിയ എന്താ പറയുക, പാത്രങ്ങൾ പോലത്തെ സംഭവങ്ങളാണ്. ബേസിക്കലി ദേ ആർ വെസൽസ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം നടന്നിട്ട് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, bioreactors they are basically vessels in which raw materials are biologically converted into specific product. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനം എന്താ? റോ മെറ്റീരിയൽസ് ആണ്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അതിനാണ് റോ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. അവരത് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് തരും? നമുക്ക് തിരിച്ച് പ്രോഡക്റ്റുകൾ തരും. ഓക്കെ, ഇതാണ് ബയോറിയാക്ടറിൽ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പല രീതിയിൽ പോവാം. ബയോറിയാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പലതിൻ്റെ ഹെൽപ്പ് നമുക്ക് എന്താ പറയുക ചോദിക്കാം. മൈക്രോബ്സ്, അതായത് ബാക്ടീരിയ, ഫംഗസ്, വൈറസസ് പോലത്തെ ആൾക്കാരുടെ മൈക്രോബ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം. പ്ലാന്റ്സ്, ആനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ സെൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയൽസ് ആയിട്ട് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം എന്നുള്ളതാണ്. മൈക്രോബിയൽ സെൽസ് ആവാം, പ്ലാന്റ് സെൽസ് ആവാം, ആനിമൽ സെൽസ് ആവാം, ഹ്യൂമൻ സെൽസ് ആവാം, എന്തോ ആവാം. ആൻഡ് ഇതിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാർജ് വോളിയംസിലാണ്. ഓക്കെ, അതായത് 100 മുതൽ 1000 ലിറ്റർ വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൾച്ചർ പ്രോസസ് ചെയ്യുന്നത് എത്ര 1 ലിറ്ററോ അല്ലെങ്കിൽ ഒരു പെട്രി ഡിഷിലോ ടെസ്റ്റ് ട്യൂബിലോ അല്ല. ഓക്കെ, പക്ഷെ 100 മുതൽ 1000 ലിറ്റർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, കൾച്ചർ ഉണ്ടാക്കുന്നത്. അതേപോലെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ചെയ്യത്തില്ലേ, അതുപോലെ വലിയ എമൗണ്ടിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഒപ്റ്റിമൽ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കും. അതിന് ടെമ്പറേച്ചർ വേണമെങ്കിൽ ടെമ്പറേച്ചർ, pH വേണമെങ്കിൽ pH, എയർ സർക്കുലേഷൻ വേണമെങ്കിൽ എയർ സർക്കുലേഷൻ. ഓക്കെ, ടെമ്പറേച്ചർ വേണമെങ്കിൽ ടെമ്പറേച്ചർ, pH വേണമെങ്കിൽ അത്, സബ്സ്ട്രേറ്റ് വേണമെങ്കിൽ അത്, സോൾട്ട് വേണമെങ്കിൽ അത്, വൈറ്റമിൻ വേണമെങ്കിൽ ഓക്സിജൻ, എന്താണോ വേണ്ടത് നമ്മൾ അതെന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഏത്? ബയോറിയാക്ടറിൽ. എന്നാൽ മാത്രമേ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? നമുക്ക് ജസ്റ്റ് പിക്ചർ നോക്കാം കേട്ടോ. ബയോറിയാക്ടേഴ്സ് പലതരം ഉണ്ട്. നിങ്ങൾ എൻസിആർടിയിലുള്ള പിക്ചറാണ്. പൊതുവെ പലതരം ഉണ്ട് ബയോറിയാക്ടേഴ്സ്. ഇവിടെ നമ്മൾ നോക്കുന്നത് 2 ടൈപ്പ് ബയോറിയാക്ടറാണ്. ആദ്യത്തേത് നിങ്ങൾ ഫിഗറിൽ കാണുന്നത് സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടറാണ്. അതായത് ടാങ്ക് ആണ്,
സ്റ്റേർഡ് ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇളക്കാൻ എന്തോ ഒരു സാധനമുണ്ട്. സ്റ്റെർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇളക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു സ്പൂണൊക്കെ ഇട്ട് നമ്മൾ ഇളക്കിയാൽ എന്ത് ചെയ്യും, സ്റ്റിറിങ് ആയി അല്ലേ. അപ്പൊ ഈ സ്റ്റിറിങ് എന്തിനു വേണ്ടിയിട്ടാ, എയർ സർക്കുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈ 2 ടാങ്കുകളും സ്റ്റേർഡ് ബയോറിയാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. അതിന് 2 ടൈപ്പ് ഉണ്ട്, സിമ്പിളും ഉണ്ട് സ്പാർജ്ഡും ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണുള്ളത്? ഇതാണ് സിമ്പിൾ സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആൻഡ് ഇതാണ് സ്പാർജ്ഡ്, SPARGED, സ്പാർജ്ഡ് ടാങ്ക് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇവിടെ അറിയാം. ഇവിടെ മെയിനായിട്ട് 2ലാണെങ്കിലും കുറച്ച് സിസ്റ്റംസിന്റെ പേര് പഠിക്കാനുണ്ട്. അതായത് ഇവിടെ എന്തൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇളക്കാനൊരു സാധനമുണ്ട് അല്ലെ, സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. സോ ഇളക്കാനൊരു സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു സൊല്യൂഷനോ എന്തോ റോ മെറ്റീരിയൽസോ ഒക്കെ അതിനകത്ത് ഇട്ടില്ലേ, അത് പോയിട്ട് അനങ്ങാണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, താഴെ വന്നിട്ട് സെറ്റിൽ ആവും. അങ്ങനെ താഴെ വന്നിട്ട് സെറ്റിൽ ആവാൻ പാടില്ല, നമുക്കത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ താഴെ വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റിൽ ആവാൻ പാടില്ല. അങ്ങനെ സെറ്റിൽമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിറിങ്, അല്ലെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു അജിറ്റേറ്റർ സിസ്റ്റം ഓക്കെ നമുക്ക് ഉണ്ടാവും. ഈ 2 ടാങ്കുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അജിറ്റേറ്റർ സിസ്റ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയും ഉണ്ട്, ഇത് കണ്ടോ കറങ്ങുന്നുണ്ടോ, കറങ്ങുന്ന സിമ്പിൾ കാണുന്നുണ്ടോ നിങ്ങൾ, അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, അജിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും, എയർ സർക്കുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഇവിടെ സ്റ്റെറൈൽ എയർ കണ്ടോ, സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മൈക്രോബുകളൊന്നും ഇല്ലാത്ത, കാരണം മൈക്രോബുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പം ബാക്ടീരിയയും വൈറസ് ഒന്നും ഇല്ലാത്ത ക്ലീൻഡ് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള എയർ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കുന്നതാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. ഇവിടെയും കൊടുക്കുന്നുണ്ട്. അതേപോലെ ബബിൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബബിൾസ് എന്ത് ചെയ്യും, ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ കൂട്ടും, റൈറ്റ്. അല്ലെങ്കിൽ ഗ്യാസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്ഫർ കൂടാൻ വേണ്ടി സർഫസ് ഏരിയ കൂട്ടിയിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജനും അല്ലെങ്കിൽ എയറും കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ടാവും. അതേപോലെ വേറൊരു സിസ്റ്റം ഉണ്ട്, ഫോം ബ്രേക്കർ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടോ. ഇവിടെ ഫോം അല്ലെങ്കിൽ പത പോലുള്ള സാധനം ഉണ്ടാവുന്നത് തടയണം. കാരണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പത പോലത്തെ അല്ലെങ്കിൽ ഫോം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫോം ബ്രേക്കർ അല്ലെങ്കിൽ ഒരു ഫോം കൺട്രോൾ സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, കാരണം ഞാൻ പറഞ്ഞു പല എൻസൈമുകൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് കൺട്രോൾഡ് ആയിരിക്കണം. അപ്പോൾ ഒരു ടെമ്പറേച്ചർ കൺട്രോളിങ് സിസ്റ്റം നമുക്ക് അവിടെ ഉണ്ടാവുന്നുള്ളതാണ്. പോലെ തന്നെ എന്തുണ്ട്, ആസിഡ് ബേസ് pH കൺട്രോളിന് വേണ്ടിയിട്ട് ആസിഡ് വേണമെങ്കിൽ ആസിഡ് ഒഴിക്കാനും ബേസ് വേണമെങ്കിൽ ബേസ് ഒഴിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, pH കൺട്രോൾ സിസ്റ്റം ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് റോ മെറ്റീരിയൽസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണ്ട സമയത്ത് ചോദിക്കുന്ന സമയത്ത് ബയോറിയാക്ടറിൽ ചില ബയോറിയാക്ടറിൽ എങ്ങനെയാണെന്നറിയോ, തുടക്കത്തിലെ എല്ലാ റോ മെറ്റീരിയൽസും കൂടെ ഇടും, എന്നിട്ട് അത് ഫുൾ പ്രോസസ്സ് ചെയ്ത് തിരിച്ചു വരും, ഇങ്ങനെയാണ്. പക്ഷെ ചില ബയോറിയാക്ടറിൽ അങ്ങനെയല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ചില കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ കയറുന്നതാണെങ്കിൽ അറിയാം, ചില കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ വെജിറ്റബിൾസും നമ്മളെല്ലാ സംഭവങ്ങളും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്ത് മസാലപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് മൂടി വെച്ച് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കറി മൊത്തമായിട്ട് എന്തായിരിക്കും, റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ ചിലത് അങ്ങനെയല്ല, ചിലത് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പം സാമ്പാറിൻ്റെ ട്യൂട്ടോറിയലാവോ, സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചില പീസസിന് എന്തായിരിക്കും, വേവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ആദ്യം ഇട്ടിട്ട് ഒരു ട്രിപ്പ് വേവിക്കണം. എന്നിട്ട് വേവ് കുറഞ്ഞ പീസസ് ഉണ്ടാവും, ആ വേവ് കുറഞ്ഞ പീസസ് പിന്നീടാണ് നമ്മൾ ഇടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് പോയിട്ട് തുറന്നിട്ട് പീസസ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെയും എന്ത് ചെയ്യണം, ഒന്നുകൂടെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് ചില കേസസിൽ അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ബയോറിയാക്ടർ ചിലതിൽ നമ്മൾ എന്ത് ചെയ്യണം, പീരിയോഡിക്കലി ആയിരിക്കും ഇട്ട് കൊടുക്കേണ്ടി വരിക. പീരിയോഡിക്കലി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സാമ്പിളുകൾ ഇട്ട് കൊടുക്കാൻ, അതിൻ്റെ മൊത്തം സാധനം തുറന്ന് അതിനകത്ത് ഇടാനും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് അടച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, സാമ്പിൾ പോട്ട്സ് ഉണ്ടായിരിക്കണം. പോട്ട് നോട്ട് PORT ഓക്കെ, സാമ്പിളിംഗ് പോട്ട്സും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് ബയോറിയാക്ടേഴ്സിൽ വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങൾ ബയോറിയാക്ടേഴ്സിനെ കാണാണ്ടായി പോകണ്ട, ഇതാണ് ബയോറിയാക്ടേഴ്സിന്റെ പിക്ചേഴ്സ് വരുന്നത്. വലിയ വെസൽസ് ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് സൈസ് മനസ്സിലാവണമെങ്കിലാണ് ഞാൻ ഈ പിക്ചർ കൊടുത്തിട്ടുള്ളത്. ഒരാളെ കണ്ടോ, ഇതൊരു സാധാ നമ്മളെ ഒരു മനുഷ്യനാണ്, ഇത്രയും വലുതാണ് ബയോറിയാക്ടർ. സോ ആ ഒരു വലുപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ആ വലുപ്പം ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ബയോറിയാക്ടേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ 5ാമത്തെ പ്രോസസ്സ് എന്താ, ജീൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. ഇനി 6ാമത്തെ പ്രോസസ്സാണ്, നിങ്ങളുടെ ലാസ്റ്റ് പ്രോസസ്സാണ് എന്താ, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ചോദിക്കും. ഓക്കെ, കാരണം ഇതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് കണ്ടിട്ട് ഇത് വായിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും തള്ളാൻ പറ്റുന്നുണ്ടോ? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പറ്റൂല. പൊതുവെ തള്ളാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക്, അത് അറിഞ്ഞാൽ തള്ളാൻ പറ്റും,
ഇത് എന്താണെന്ന് അറിഞ്ഞാൽ തള്ളാൻ പറ്റും, പക്ഷെ എന്താണെന്ന് അറിയാത്ത ഒരു തവണ പോലും കേൾക്കാത്ത കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കും. കാരണം ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ അമ്മ എന്തോ ഒരു വലിയ പ്രോസസ്സാന്ന് വിചാരിക്കും. ഒരു തേങ്ങയില്ല അതിനകത്ത്. ഓക്കെ, ഒരു തേങ്ങയില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു, നിങ്ങൾക്ക് വേണം തള്ളാനും പറ്റും. ഓക്കെ, എന്താ സംഭവം? നമുക്കിപ്പോൾ ജീൻ പ്രൊഡക്റ്റ് കിട്ടിയോ? ജീൻ പ്രൊഡക്റ്റ് കിട്ടി. ഈ കിട്ടിയ പ്രൊഡക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് അത് നിങ്ങൾ ഉപയോഗിച്ചൊന്നും കൊടുക്കുക. നമുക്ക് കുറേ ഇൻസുലിൻ കിട്ടി. ഈ ഇൻസുലിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കുത്തിവെച്ച് എന്താ ചെയ്തോ കൊടുക്കാൻ പറ്റുമോ മാർക്കറ്റിലേക്ക്? ഇല്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഉണ്ട്. പ്രോപ്പറായിട്ട് ഉണ്ടായ പ്രൊഡക്റ്റുകളെല്ലാം ശരിയായി ഉണ്ടായിട്ടുണ്ടോ അല്ലേ, അതിൻ്റെ എക്സ്പയറി അല്ലെങ്കിൽ അതിൻ്റെ പല രീതിയിലുള്ള പ്രോസസ്സുകൾ എന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റ് ഉണ്ടായതിന് ശേഷം വരും എന്നുള്ളതാണ്. ആ പ്രോസസ്സുകളെല്ലാം ഇൻ ജനറൽ നമുക്ക് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് വിളിക്കാം. ഓക്കെ, പ്രോസസ്സുകളാണ് ബിഫോർ പ്രൊഡക്റ്റ് ഇസ് റെഡി ഫോർ മാർക്കറ്റിംഗ്. മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ പല പ്രൊഡക്റ്റുകൾക്ക് പലതായിരിക്കും കേട്ടോ. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് പല പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്. എല്ലാം ഒരുമിച്ച് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്നാണ് വിളിക്കുക. പ്യൂരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും, ചില കേസിൽ സെപ്പറേഷൻ ചെയ്യേണ്ടി വരും, ചില കേസിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചില പ്രൊഡക്ട്സ് ആണെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും കഴിക്കുന്ന ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അവിടെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടി വരും. ഡ്രഗ്സ് ആണെങ്കിൽ, അതായത് മെഡിസിൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽസ് ഡയറക്റ്റ്ലി ഹ്യൂമനിലേക്ക് കൊടുക്കാതെ ആദ്യം ആനിമൽസിൽ കൊടുത്ത് അത് ആനിമൽസിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഹ്യൂമൻസിലേക്ക് കൊടുക്കുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ ട്രയൽസ് നടത്തേണ്ടി വരും. ഡ്രഗ്സ് ആണെങ്കിൽ ക്വാളിറ്റി ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും അല്ലേ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല പ്രോസസ്സുകളുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തള്ളാമെന്ന്. ഓക്കെ, പല പ്രോസസ്സുകളുണ്ട്. എല്ലാം മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിനും അതിൻ്റെതായ സിസ്റ്റംസും അതിൻ്റെതായ പ്രോസസ്സുകളും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എനിവേസ് അത്രയായിരുന്നു നിങ്ങളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തില്ല ഇതിനകത്ത് പഠിക്കാനില്ല. ഞാൻ പറഞ്ഞു പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ആകെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് PCR-ഉം ബയോറിയാക്ടറുമാണ്. അത് രണ്ടും ഞാൻ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പ്രോസസ്സ് നിങ്ങൾ ചിലപ്പോൾ എഴുതാൻ ചോദിക്കും. ഈ പ്രോസസ്സുകൾ എഴുതാൻ ചോദിക്കും. ഓക്കെ, RDNA ടെക്നോളജിയുടെ പ്രോസസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഏകദേശം 6 പ്രോസസ്സുകളുടെ അടുത്ത് നിങ്ങൾ പഠിച്ചു. 10 മാർക്കിന് ചോദിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളോട് ചോദിച്ചാൽ? നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഹെഡിങ്ങൾ എങ്കിലും മിനിമം ടെക്സ്റ്റിലുള്ള പോലെ പഠിക്കാം. ഞാനിപ്പോൾ കുറേ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇതേ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഒരു ഹെഡിങ്ങാണ്. ഇത് അതേമാതിരി അങ്ങ് പഠിച്ചേക്കുക. എന്നുവെച്ചാൽ നമ്മുടെ പേപ്പറിനകത്ത് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഐസൊലേഷൻ ഓഫ് DNA അല്ലെങ്കിൽ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എഴുതുക. എന്നിട്ട് താഴെ എഴുതി വെക്കുക നിങ്ങൾ എന്ത് ചെയ്യുക, ജനറ്റിക് മെറ്റീരിയൽ നിങ്ങൾക്ക് ഐസൊലേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ഉണ്ടാവും, DNA ഉണ്ടാവും, മാക്രോമോളിക്യൂൾസ് ഉണ്ടാവും. മാക്രോമോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യണം. അതിന് പല എൻസൈമുകൾ ഉപയോഗിക്കും. എൻസൈമുകളുടെ പേര് എഴുതുക. ഓക്കെ, ചില്ലിൽ എത്രയോളം ആഡ് ചെയ്യും എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അതും കൂടെ കഴിഞ്ഞ് ആ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ 2 ഇടുക. എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഹെഡിങ് എന്താണോ അത് അവിടെ കൊടുക്കുക. പിന്നെ 3, 4, 5, 6 അങ്ങനെ 6 വരെ എത്തിച്ച് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് കൂടി എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് മനസ്സിലാവും, നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാവും. ഓക്കെ, എക്സാമിനേഴ്സ് എന്ത് മനസ്സിലാവും, നിങ്ങൾക്ക് സംഭവം കത്തിക്കുന്നു മനസ്സിലാവും. അപ്പം മിനിമം ആ ഒരു ഹെഡിങ്ങിൻ്റെ പേരെങ്കിലും നിങ്ങൾ ടെക്സ്റ്റിലുള്ള പോലെ പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തം എഴുതാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റൻസും കൂടെ നോക്കിയിട്ട് ഈ ചാപ്റ്റർ എൻഡ് ചെയ്താലോ. ഞാൻ എൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും പ്രീവിയസ് ക്വസ്റ്റൻസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്ക് എൻഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസിൻ്റെ ഒരു സെപ്പറേറ്റ് സെഷനൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ബയോടെക്കിലേക്ക് വരുമ്പോൾ, ബയോടെക് ജെനറ്റിക്സിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻ നമ്മൾ നോക്കി തന്നെ വേണം. അതിൽ എന്താ പറയുക, ഒരു കോംപ്രമൈസ് നമുക്ക് പറ്റത്തില്ല. വേറെ ഏത് ചാപ്റ്റർ നിങ്ങൾ കോംപ്രമൈസ് ചെയ്താലും ബയോടെക്കിലും ജെനറ്റിക്സിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്യരുത്. കാരണം പുതിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ജസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഒരു എൻഡിങ് എന്നുള്ള നിലയിൽ നമുക്കൊരു 6-7 പ്രീവിയസ് ക്വസ്റ്റൻ നോക്കാം. ഓക്കെ, ബാക്കി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി പ്രീവിയസ് ക്വസ്റ്റൻസിലേക്ക് പോവാം. ഫസ്റ്റ് ചോദ്യം എന്താ, ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന DNA ഫ്രാഗ്മെന്റ്സിനെ എന്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെയിൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സ്റ്റെയിൻ്റെ പേരെന്താണ്, എന്തായിരുന്നു സ്റ്റെയിൻ്റെ പേര്? നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെയിനാണ്, ഞാൻ കാണിച്ചു തന്നിട്ടുള്ള സ്റ്റെയിനാണ്. എന്താ സ്റ്റെയിൻ്റെ പേരെന്താ? എഥീഡിയം ബ്രോമൈഡ്. അവിടെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എഥീഡിയം, ഞാൻ കുപ്പി വരെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എഥീഡിയം ബ്രോമൈഡ്, ഇതാണ് എന്ത് അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയില്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, അടുത്തെന്താ, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ് എന്നാണ്. ഓക്കെ, ജെൽ ഇലക്ട്രോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ?
gel electrophoresis, okay, used to produce biological products in large scale. ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടിൽ എന്താ ബയോളജിക്കൽ പ്രൊഡക്റ്റുകൾ, അതായത് ജീൻ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുന്നത്. ശരിയാണോ അല്ലല്ലോ. നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെപ്പറേഷന് വേണ്ടിയിട്ടല്ലേ, DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതെന്താണ് തെറ്റാണെന്നുള്ളതാണ്. ദിസ് ഇസ് റോങ് അല്ലേ, ദിസ് ഇസ് റോങ്. ഓക്കെ, അടുത്തെന്താ, ബയോറിയാക്ടേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. എടാ തിരിച്ചല്ലായിരുന്നു ഇവിടെ വേണ്ടത്. ബയോറിയാക്ടേഴ്സ് ആണോ സെപ്പറേറ്റ് ചെയ്യുന്നത്? അല്ല, ബയോറിയാക്ടേഴ്സ് ആണ് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ട്. PCR ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ. ഓക്കെ, ഇത് ശരിയായത് നമ്മൾ ശരിയാണെന്ന് തന്നെ പറയണം. PCR ആംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്, അത് ശരിയാണ്. ഇതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യനാണ്, ഞാൻ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയതല്ല. ഓക്കെ, മൂവിങ് ഓൺ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, denaturation, annealing, extension are 3 steps of a process used for gene amplification. Name the process. ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞു നിർത്തിയിട്ടല്ലേ ഉള്ളൂ ഞാൻ. PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അതാണ് പ്രോസസ്സിന്റെ പേര്. ഫുൾ നെയിം എഴുതണം കേട്ടോ, ഫുൾ നെയിം എഴുതണേ. നെയിം ദ ഓർഗാനിസം ഫ്രം വിച്ച് ദ DNA പോളിമറൈസ് ഫോർ ദിസ് പ്രോസസ് ഇസ് എക്സ്ട്രാക്റ്റഡ്. അതായത് ഈ പ്രോസസ്സിന് വേണ്ട DNA പോളിമറൈസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം DNA പോളിമറൈസ് ആണ്, നമ്മൾ ടാക് പോളിമറൈസ് എന്ന് വിളിക്കും. അത് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഒരു ബാക്ടീരിയയിൽ നിന്നല്ല എടുത്തിട്ടുള്ളത്. ആ ബാക്ടീരിയന്റെ പേരെന്തായിരുന്നു? തേർമസ്. ഇത് ആണ് തേർമസ് അക്വാറ്റിക്കസ്. എന്താണ് പേര്? തേർമസ് അക്വാറ്റിക്കസ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതൊരു ബാക്ടീരിയ ആണ്, ഇതിൽ നിന്നാണ് നമ്മൾ ടാക് പോളിമറൈസ് എടുത്തിട്ടുള്ളത് എന്നതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താ? തേർമസ് അക്വാറ്റിക്കസ്. ഏത് ഓർഗാനിസത്തിൽ നിന്ന് എടുത്തതാണ്? അപ്പോൾ ആൻസർ എന്താ? തേർമസ് അക്വാറ്റിക്കസ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ കട്ടിംഗ് ഓഫ് DNA at specific locations became possible with the discovery of restriction enzymes. Of course, കട്ട് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ആൾക്കാരാണ് restriction enzymes എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് നെയിമിംഗ് ദീസ് എൻസൈംസ്. പ്രത്യേകിച്ച് പറയണോ? ഷോർട്ടാക്കി പറയാം, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എക്കോ R1 ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പം എക്കോ R1 ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരാണ്. ഇതെങ്ങനെയാണ് നെയിം ചെയ്തത്? ഇത് ഈക്കോളൈന്ന് എടുത്തതാണ്. അപ്പോൾ ഈക്കോളൈൻ്റെ ഈക്കോളൈന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈക്കോളൈൻ്റെ അല്ലെ എഷ്രീഷ്യ കോളൈ. അപ്പോൾ അതിൻ്റെ ജീനസ് നെയിം ആണ് എഷ്രീഷ്യ, അതിൻ്റെ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കോളൈ അതിൻ്റെ കോളൈ എന്ന് പറയുന്നത് അതിന്റെ സ്പീഷീസ് നെയിം ആണ്. അപ്പോൾ അതിന്റെ CO അതിന്റെ ഫസ്റ്റ് 2 ലെറ്റർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ജീനസിന്റെ ആദ്യത്തെ ലെറ്റർ, സ്പീഷീസിന്റെ രണ്ട് സ്പീഷീസ് എപ്പിത്തറ്റ്. സ്പീഷീസ് എന്നല്ല പറയാം, സ്പീഷീസ് എപ്പിത്തറ്റ് ആണ്. എനിവേസ് ജീനസും ഉണ്ട്, സ്പീഷീസ് എപ്പിത്തറ്റും ഉണ്ട്. സ്പീഷീസ് എപ്പിത്തറ്റിന്റെ എന്ത് ചെയ്യുക? ആദ്യത്തെ 2 ലെറ്റർ നിങ്ങൾ അവിടെ കൊടുക്കാനുള്ളതാണ്. പിന്നെ R എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിൻ അല്ലേ? ഏത് സ്ട്രെയിൻ ആണെന്നുള്ളതല്ലേ. പിന്നെ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഓഫ് എന്താ പറയുക, ഐസൊലേഷൻ അല്ലേ. ഇത് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം ആണെങ്കിൽ ഈ സ്ട്രെയിനിൽ നിന്ന് എടുക്കുന്ന ആദ്യ റെസ്ട്രിക്ഷൻ എൻസൈം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 ഇടാം, രണ്ടാമത്തെ 2 ഇടാം, 3 ഇടാം, 4 ഇടാം, അങ്ങനെയാണ് എന്ത് ചെയ്യുക പോവുക. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കുന്നതാണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ സ്കെച്ച് ഓഫ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ആൻഡ് ലേബൽ പാർട്സ് ABCD. വീണ്ടും ഞാൻ ഊന്നി പറയുന്നു, ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഞാൻ കാണിച്ചതിൻ്റെ ലൈഫ് ഫിഗർ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ പ്രതീക്ഷ ഉണ്ടാവില്ല, പക്ഷെ ചോദിക്കും കേട്ടോടാ. ഇങ്ങനെ ചോദിക്കുവേ. നിങ്ങൾക്ക് 2 ബയോറിയാക്ടേഴ്സ് ആയിരുന്നു പഠിക്കാനുള്ളത്. അതെ, ഈ 2 ഫിഗറും വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിൽ ഓരോ ഭാഗങ്ങളും ഏതാണ് എന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഈ സംഭവങ്ങളുടെ പേര് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക എന്നുള്ളതാണ്. വേറൊന്നും അതിൽ തന്നെ പറയാനില്ല, കാരണം വെച്ചാൽ അത് ചോദിക്കും. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ABCD എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റേ ആ ഫിഗർ റെഫർ ചെയ്തിട്ട് നോക്കിയാൽ മതി ഏതാണെന്ന്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത് ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാൻ പുതിയ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വരും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസൈഡിലുള്ള ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ ഫിഗേഴ്സും പ്രോപ്പറായിട്ട് ലേബൽ അടക്കം പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം A വിത്ത് കോളം B. നമുക്ക് ചെയ്യാം. എന്താ? ജെൽ ഇലക്ട്രോഫോറസിസ് 4 ഓപ്ഷനാണുള്ളത്. ക്ലോണിംഗ് വെക്ടർ, എഥീഡിയം ബ്രോമൈഡ്, മോളിക്കുലർ ഡയഗ്നോസിസ്, എക്കോ R1. ചോദിക്കാനുണ്ടോ? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ്റെ പേരാണ് എഥീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത്. മാച്ച് ചെയ്തു. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, PCR ആണ് പറയുന്നത്. PCRൽ എന്ത് ഉപയോഗിക്കും? ക്ലോണിംഗ് വെക്ടർ ഉണ്ട്, മോളിക്കുലർ ഡയഗ്നോസിസ് ഉണ്ട്, എക്കോ R1 ഉണ്ട്. കത്തുന്നില്ല? ഓക്കെ, നിങ്ങൾ കത്തിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അടുത്തേക്ക് പോവല്ലേ ചെയ്യുക, അതേപോലെ അടുത്തേക്ക് പോവാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. കത്തി. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേര് എവിടെ കിടപ്പുണ്ട്? ഇത് മാച്ച് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. PBR 322.
കത്തി. PBR 322 tDNA എന്നൊക്കെ പറഞ്ഞ എന്തായിരുന്നു, ക്ലോണിങ് വെക്ടർ ആയിരുന്നു. അപ്പൊ ഇതും കത്തി. എന്നാൽ പിന്നെ ഈ പറഞ്ഞ PCR എന്ന് പറയുന്നത് മോളിക്കുലാർ ഡയഗ്നോസിസ് ആയിരിക്കും അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്നത് എന്താ, B ആണ്. 2 എന്ന് പറയുന്നത് എന്താ, C ആണ് വരുന്നത്. 3 അതാ, നിങ്ങൾക്ക് മാച്ച് ചെയ്ത് മനസ്സിലാവുന്നില്ലെങ്കിൽ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് 3 എന്ന് പറയുന്നത് D ആണ്. അതേപോലെ 4 എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് കൺക്ലൂഡ് ചെയ്യുക. പക്ഷെ സംഭവം ഞാൻ പറഞ്ഞുതരാം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ PCR എന്ന് പറയുന്നത് മോളിക്കുലാർ ഡയഗ്നോസിസ്. എന്താണ് ഡയഗ്നോസിസ്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ടേം എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാത്തജൻ നമ്മുടെ ശരീരത്തിനകത്തുണ്ടെങ്കിൽ, അതുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ലടാ, നമ്മൾ കോവിഡ് വന്ന സമയത്ത് COVID-19 2 ടെസ്റ്റുകളായിരുന്നു ഉള്ളത്. ആൻറ്റിജൻ ടെസ്റ്റും ഉണ്ടായിരുന്നു, RT-PCR ഉണ്ടായിരുന്നു, ശരിയല്ലേ? അതിൽ RT-PCR കേട്ടോ എടാ, RT-PCR നമ്മുടെ സ്വന്തം അല്ലെ, RT-PCR. അതിലെ PCR നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചേ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് സംഭവം. മനസ്സിലായോ? അപ്പം മോളിക്കുലാർ ഡയഗ്നോസിസ്, പല ഡിസീസസിന്റെ ഡയഗ്നോസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, PCR യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മോളിക്കുലാർ ഡയഗ്നോസിസ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക്സ്. രണ്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ് മൈക്രോ ഇഞ്ചക്ഷൻ, എന്താണ് ബയോളിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബയോളിസ്റ്റിക്സിന് വേറൊരു പേരും കൂടെ ഉണ്ടായിരുന്നു. എന്താണ് ആ പേര് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താഴെ കമൻറ്റ് ബോക്സിനകത്ത് എന്താണ് ബയോളിസ്റ്റിക്സിൻ്റെ പേര് എന്നുള്ളത്, വേറൊരു പേര് എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, ആൻസർ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് എന്തായാലും ആൻസർ ചെയ്യും. സോ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഡൗട്ട് ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ റൈറ്റ് ആണ് നിങ്ങളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ കമൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയേ ഉള്ളൂ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സിമ്പിൾ ആയിരുന്നില്ലേ? വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു ചാപ്റ്റർ അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇതിന്റെ അടുത്ത ചാപ്റ്റർ ഉണ്ട്, ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഇതിൽ പറഞ്ഞ പ്രോസസ്സുകളോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പോലത്തെ കോംപ്ലിക്കേഷൻസോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇവിടെ എവിടെയൊക്കെ യൂസ് ചെയ്യും, മെഡിസിനിൽ യൂസ് ചെയ്യാം, അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് അടുത്ത ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററും കൂടെ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, കാണണം കേട്ടോ. കാരണം വെച്ചാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണെന്നുള്ളത് മാത്രമല്ല, അതിൽ നിന്ന് എന്ത് ചെയ്യും, ചോദ്യം വരും. നിങ്ങളുടെ സിലബസിലുണ്ട്, നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും. BT കോട്ടൺ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വരാനുണ്ട്. ജീൻ തെറപ്പി, BT കോട്ടൺ ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ വീഡിയോസും കൂടെ എന്ത് ചെയ്യാം, മറക്കാതെ കാണാം. ഓക്കെ, ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഇനി പാടാൻ നിങ്ങൾ പറയില്ലല്ലോ, സിമ്പിൾ ആണെന്നല്ലേ നിങ്ങൾ പറയത്തുള്ളൂ. സോ നിങ്ങൾക്ക് ബയോടെക്നോളജി ടഫ് എന്ന് തോന്നുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ചേർന്ന് കൊടുക്കുക, അവരും കൂടെ പഠിച്ചോട്ടെ. റൈറ്റ്, സോ അടുത്ത ചാപ്റ്റർ ആയിട്ട് ഞാൻ വരുന്നവരെ വർക്ക് ഹാർഡ്, പ്രോപ്പറായിട്ട് ഇത് പഠിക്കുക. എല്ലാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ടേക്ക് കെയർ, ബൈ ബൈ.